ഈ ഒരു പ്രശ്നം വലിയൊരു ഹോട്ട് ടോപ്പിക്കായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുകയാണ്. ആദ്യം ഇത് അസമിലായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. അസമിൽ ഇപ്പോഴും വലിയ പ്രശ്നം തന്നെയാണ്. പിന്നീട് മറ്റ് സംസ്ഥാനങ്ങൾ, ഇപ്പോൾ ബംഗാളിൽ വലിയ തോതിലുള്ള ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റം നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകില്ല. അപ്പോൾ അതിപ്പോഴും അവിടെ ഒരു വലിയ വിഷയമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം ആ ഒരു വിഷയം, അതായത് ഈ അനധികൃത കുടിയേറ്റം അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ വന്ന് പിന്നീട് ഔദ്യോഗിക രേഖകളൊക്കെ തട്ടിക്കൂട്ടി അല്ലെങ്കിൽ ഉണ്ടാക്കി പിന്നെ ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുന്ന ഒരു സമ്പ്രദായം വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദേശസുരക്ഷയ്ക്ക്, അതുകൂടാതെ തന്നെ സാമുദായിക സന്തുലിതാവസ്ഥ ഇല്ലാതാക്കുന്ന രീതിയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബംഗ്ലാദേശി ഒറിജിനായിട്ടുള്ള ആളുകൾ, അതായത് ബംഗ്ലാദേശിൽ നിന്ന് പല കാലങ്ങളിലായിട്ട് കുടിയേറിയിട്ടുള്ള, ഏറ്റവും ഒടുവിൽ കുടിയേറിയവരുണ്ടാവും, അതല്ലാതെ തന്നെ വർഷങ്ങളായിട്ട് കുടിയേറിയ ആളുകൾ, ഇങ്ങനെ എല്ലാം കൂടെ വരുമ്പോൾ ഇവർ ഏതാണ്ട് ഒരു 5 കോടിയിലധികം രാജ്യത്തെ ജനസംഖ്യയിൽ വരുമെന്നാണ് പറയുന്നത്. അതായത് ബംഗ്ലാദേശി ഒറിജിനായ ആളുകൾ 5 കോടിയിലധികം ഉണ്ടാവും. അതിൽ പല ആളുകളും വളരെ അനധികൃതമായ രീതിയിൽ രാജ്യത്തേക്ക് വന്ന് പിന്നീട് ആധാർ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റു രേഖകളൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ഇൻസിഡൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് വാർത്തകൾ വരാറുണ്ട്.